നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. ദിവസത്തെ പരസ്യ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി സന്ദർശിച്ചത് അവസാന മണിക്കൂറുകളിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. സന്ദർശനം വ്യക്തിപരമായ കാര്യമാണെന്നും തർക്കവിഷയമാക്കേണ്ടതില്ലെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. ആര്യടൻ ഷൗക്കത്ത് അവിടെ പോകാത്തതും ചർച്ചയാക്കേണ്ടതില്ലെന്ന് സ്വരാജ് പറഞ്ഞു. മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഷൗക്കത്തോടെ പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഒരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതേസമയം സ്വരാജ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ചതിൽ ഒരു കൃത്യമായ മറുപടി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നൽകിയില്ല. UDF വോട്ടിൽ ഭിന്നത ഉണ്ടാവില്ലെന്നായിരുന്നു ഷൗക്കത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച VV പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDFിൽ ലഭിക്കും. അതേസമയം ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് News 18 പറഞ്ഞു. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രകാശിന്റെ ഭാര്യ സ്മിത വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. സ്വരാജ് ഇന്നലെ VV പ്രകാശിന്റെ വീട് സന്ദർശിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. ചർച്ചയാവുന്ന രാഷ്ട്രീയമല്ലേ? കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എല്ലാ വീടുകളിലും എന്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോകേണ്ടത്? അതുമല്ലാതെ തന്നെ സ്മിത പറഞ്ഞിട്ടില്ലേ, പ്രകാശിന്റെ ഭാര്യ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കോൺഗ്രസ് ആണ്. പക്ഷേ എന്നാലും പോകേണ്ടതായിരുന്നില്ല അങ്ങനെ ഒരു നിർദ്ദേശം? ഇല്ല, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ചർച്ചയാക്കാനല്ലേ സ്വരാജിന്റെ ഇന്നലത്തെ സന്ദർശനത്തേക്ക്? അതുകൊണ്ടെന്ന് അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ഓൺലി. അതൊന്നും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. ഒരിക്കലും അല്ല. സ്മിത കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ നാട്ടുകാരി കൂടിയാണ്. ഞാൻ പോയിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ എനിക്കറിയുന്ന കുടുംബമാണ്. രാവിലെ മുതൽ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രതിപക്ഷ നേതാവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിവരങ്ങളുമായി TG സജിത്തും ഒപ്പം CV അനുമോദും ചേരുന്നുണ്ട്. സജിത്ത്, അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ മൊത്തത്തിലുള്ള ഈ 23 ദിവസത്തെ പ്രചരണ വിഷയങ്ങളെയൊക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ അവിടെ വർഗീയ ബാന്ധവങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാവുന്നുണ്ട്. ഈ അവസാന ദിവസം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്? രാവിലെ തന്നെ റോഡ് ഷോ ഒക്കെ ഉണ്ട്. മഴ അല്പം മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായും ശ്രീജ, മഴ രാവിലെ മാറി നിൽക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും ഇതേ കാലാവസ്ഥയെങ്കിൽ കൂടുതൽ അനുകൂലമാണ് സാഹചര്യങ്ങൾ. കൊട്ടിക്കലാശം അതിന്റെ ആ പതിവ് ആർജവത്തോടെ കൂടി ഗംഭീരമായി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരം തയ്യാറെടുപ്പുകൾ തന്നെ എല്ലാവരും നടത്തിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഇന്ന് ഈ കൊട്ടിക്കലാശ ദിവസവും അവസാന ദിവസവും ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ, ഒപ്പം തന്നെ VD സതീശൻ, ഒപ്പം ഇടതുമുന്നണി നേതൃത്വം മാധ്യമങ്ങളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷവും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നതാണ് സാഹചര്യം. 11 മണിയോടുകൂടി 3 കേന്ദ്രങ്ങളും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നിലപാട് പറയുമെന്നതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ നീക്കം എന്താണ്? ഇന്നലെ രാത്രി പോലും നമ്മൾ കണ്ടതാണ്. VV പ്രകാശിന്റെ വീട്ടിലേക്ക് എത്തി ഇടതു സ്ഥാനാർത്ഥി നടത്തിയ നീക്കം. അതിനെ കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം നീക്കങ്ങളൊക്കെ കണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്,
പതിവ് മുഖമല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ കണ്ടത്. ഇവിടെ വിഷയങ്ങൾ മാറി മറിഞ്ഞു. അടിസ്ഥാന വിഷയങ്ങൾക്കൊക്കെ പ്രാമുഖ്യം കിട്ടുമെന്ന് കരുതിയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പതിവ് പോലെ തന്നെ മുഖം മാറി തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നതാണ് നിലമ്പൂരിൽ കണ്ടത്. അതുകൊണ്ട് ഇന്നും അത്തരം നീക്കങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ പ്രവർത്തകരൊക്കെ വന്ന് സജീവമാവുകയാണ്. കാരണം UDFനെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലം ഞങ്ങൾ നിലനിർത്തുമെന്ന പ്രഖ്യാപനത്തോടെ UDF ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പല വെല്ലുവിളികളും പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശിക്കുമ്പോൾ ഇനി അവസാനത്തെ രാഷ്ട്രീയ പ്രഖ്യാപനവും രാഷ്ട്രീയ നീക്കവും എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ UDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന എല്ലാവരും ഒന്നുചേർന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു പുതിയ അജണ്ട സെറ്റ് ചെയ്യാനാണ് അവരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കത്തിൽ എന്താണ് പുതിയ രാഷ്ട്രീയം അവസാന നിമിഷവും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലമ്പൂരുകാർ കാത്തുവച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. സ്വാഭാവികമായും ആ സസ്പെൻസിലേക്ക് തന്നെ വോട്ടർമാര് സ്വാഭാവികമായും അത്തരം ചില കരുതലുകൾ നടത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും നിലമ്പൂരിന്റെ രാഷ്ട്രീയ പോരിൽ കേരളത്തിന്റെ തുടർ ചർച്ചകൾക്ക് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് നീളുന്ന വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് നമുക്ക് ഈ നിലമ്പൂരിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ളത്. PV അരുണും CV അനുമോദും കൂടിയുണ്ട്. അരുൺ, സാധാരണഗതിയിൽ നമുക്കറിയാം ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും തലേ ദിവസം ഉണ്ടാകുന്ന ചർച്ചകൾ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ സ്വരാജിന്റെ പ്രചരണ വാഹനത്തിലാണ് ഉള്ളത്. ശരി, എന്താണ് അവസാന ദിവസം സ്ഥാനാർത്ഥിക്കൊപ്പം ഉള്ളവർക്കും ഒക്കെ പറയാനുള്ളത്? ശ്രീജ, സ്വരാജിന്റെ വാഹന പര്യടനം, ഈ കുട്ടിക്കലാശത്തിലേക്കുള്ള വാഹന പര്യടനം ആരംഭിക്കുകയാണ്. മരുതിയിൽ നിന്ന് നാരോക്കാവിൽ നിന്ന് ഈ വാഹന പര്യടനം ആരംഭിക്കുകയാണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണനും ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വാഹനപര തുടക്കത്തിലുണ്ട്. ഈ വാഹനത്തിലാകട്ടെ J മേഴ്സിക്കുട്ടിയമ്മയും VP സാനുവും ഉൾപ്പെടെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. K രാധാകൃഷ്ണൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP വാഹന പര്യടനം, വാഹന പ്രചരണ ജാഥ അവസാന ദിവസത്തെ കുട്ടിക്കാലത്ത് മുമ്പുള്ള വാഹന പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. സ്വരാജിന്റേത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അതായത് നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കടന്നു വേണം ഇത് വൈകിട്ട് നിലമ്പൂരിൽ സമാപിക്കാൻ. എല്ലാ പഞ്ചായത്തുകളിലെ ജനങ്ങളെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വരാജ്. അദ്ദേഹത്തിനൊപ്പം വാഹനത്തിൽ CPM മുതിർന്ന നേതാവ് സംസ്ഥാന സമിതി അംഗം J മേഴ്സിക്കുട്ടിയമ്മയുണ്ട്, VP സാനുവുണ്ട്. അങ്ങനെ യുവ നേതാക്കളുടെയും അതുപോലെ തന്നെ പരിചയസമ്പന്നരായ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ട് പ്രവർത്തനരംഗത്ത് വന്ന നേതാക്കളുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് സ്വരാജിന്റെ വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ തുടങ്ങി നിലമ്പൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്വരാജിന്റെ പ്രതികരണത്തിലേക്കുമൊക്കെ നമുക്ക് പോകാം. അദ്ദേഹം വലിയ തിരക്കുള്ള ദിവസമാണെങ്കിലും വാഹന പര്യടനം ആരംഭിക്കുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ? ഇന്നത്തോടുകൂടി